ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സോഷ്യൽ സയൻസിലെ പുതിയ ചാപ്റ്റർ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യന്മാരെ റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലെ. നമ്മൾ ഓരോ കൺട്രിയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പം മാനുവൽ റിസോഴ്സ് അല്ലെങ്കിൽ മനുഷ്യന്മാർ എത്രത്തോളം ആ ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. സോ ഡു യു നോ ദാറ്റ് the government of India has a Ministry of Human Resource Development. Okay, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു മിനിസ്ട്രി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. നിങ്ങൾ വേറെ ഫാമിലി വെൽഫെയർ മിനിസ്ട്രി ഓഫ് അങ്ങനെ കുറേ മിനിസ്ട്രീസ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒരു മിനിസ്ട്രി ഉണ്ട്. ആൻഡ് ദ മിനിസ്ട്രി വാസ് ക്രിയേറ്റഡ് ഇൻ 1985 with an aim to improve people's skill. അല്ലെ, ആൾക്കാരുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദിസ് ജസ്റ്റ് ഷോസ് how important people are as a resource for the country. അല്ലെ, ഒരു കൺട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ആ കൺട്രിയിലെ ആൾക്കാരാണ്. അപ്പോൾ ഒരു കൺട്രിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള യങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ കൺട്രി എന്തുകൊണ്ടും പവർഫുൾ ആണ്. അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട് ആ കൺട്രി പവർഫുൾ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഒരു കൺട്രിയുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ആ കൺട്രിയിലെ ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ആൻഡ് പീപ്പിൾ ആർ എ നാഷൻസ് ഗ്രേറ്റസ്റ്റ് റിസോഴ്സ്. Nature's bounty becomes significant only when people find it useful. It is people with their demands and abilities that turn them into resources. അല്ലെ, കുറേ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല. അവരുടെ ഒരു ഡിമാൻഡ്, അവരുടെ ഒരു എബിലിറ്റി, അതാണ് അവരെ റിസോഴ്സ് ആക്കി മാറ്റുന്നത്. ഒരു കൺട്രിയിലെ നിറയെ ഡിസീസുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മുഴുവൻ രോഗം ബാധിച്ച ആൾക്കാർ, ക്ഷീണമായിട്ടുള്ള ആൾക്കാരാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗുഡായിട്ടുള്ളൊരു റിസോഴ്സ് ഉള്ളൊരു ഹ്യൂമൻ റിസോഴ്സ് ഉള്ള കൺട്രിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ യങ് എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ആ കൺട്രിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ഹ്യൂമൻ റിസോഴ്സ് ഉള്ള കൺട്രിയാണ് അതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഹെൻസ് ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ അൾട്ടിമേറ്റ് റിസോഴ്സ്. ആൻഡ് healthy, educated and motivated people develop resources as their requirements. Human resources, like other resources, are not equally distributed over the world. They differ in their educational levels, age and sex. അല്ലെ, ഹ്യൂമൻ റിസോഴ്സസ് എല്ലാ ആൾക്കാരുടെയും എഡ്യൂക്കേഷൻ ലെവൽ സെയിം ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല. അല്ലെ, അവരുടെ ഏജ് സെയിം ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല. അവരുടെ സെക്സ് സെയിം ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ കൺട്രിയിലുള്ളതും തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ടാവും. ആൻഡ് their numbers and characteristics also keep changing. അല്ലെ, നമ്പേഴ്സ് വ്യത്യാസം വരും. കാരണം പലതരത്തിൽ വ്യത്യാസപ്പെടാം. നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ നമ്പർ കുറയുന്നത് അല്ലെങ്കിൽ കൂടുന്നത്. അത് കൂടുതൽ ആൾക്കാർ ജനിക്കുകയാണ് ഒരു കൺട്രിയിലെന്ന് വിചാരിച്ചോ, അപ്പോൾ അവിടെ ഹ്യൂമൻ നമ്പർ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇനി ഒരുപാട് ആൾക്കാർ മരണപ്പെടാന്ന് പെട്ടെന്ന് വലിയൊരു എന്തെങ്കിലും ഒരു ഡിസീസ്, ഒരു രോഗം വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡായി, അല്ലെങ്കിൽ വലിയൊരു എർത്ത് അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് എ ടൈം ഡെത്ത് വരില്ലേ. അപ്പം ആ കൺട്രിയുടെ റിസോഴ്സ് കുറയുന്നില്ലേ? ഉണ്ടല്ലേ. അപ്പം അത് പലതരത്തിൽ അതിൻ്റെ നമ്പേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹൗ മെനി പീപ്പിൾ ഡു യു തിങ്ക് ദർ ആർ ഇൻ ദ ഹോൾ വേൾഡ്? അല്ലെ, നമ്മുടെ മൊത്തം വേൾഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എത്ര ആൾക്കാർ നമ്മുടെ മൊത്തം ലോകത്തിൽ ഉണ്ടെന്ന്? അപ്പം ഒരാൾ പറയുകയാണ് there are 500 children in my school. അല്ലെ, അവരുടെ സ്കൂളിൽ തന്നെ എത്രയുണ്ട്? 500 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് there are 30 children in my class. അല്ലെ, ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്, ഒരു സ്കൂളിൽ 500 കുട്ടികളുണ്ട്. my village has 1000 people. അല്ലെ, ഒരു വില്ലേജിൽ 1000 കുട്ടികളുണ്ട്. അപ്പം
1000 ആൾക്കാരുണ്ട്. അപ്പം എന്താണ്, ഓരോ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഹോൾ വേൾഡിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അപ്പം അതിനകത്ത് 6.6 ബില്യൺ പീപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ അല്ലെ, അത്രയും ഹ്യൂജ് നമ്പർ നിങ്ങൾക്ക് എഴുതി നോക്കാൻ പറ്റുമോ? നമ്പേഴ്സിൽ ഇപ്പൊ 100,000 എന്നൊക്കെ എഴുതുന്ന പോലെ 6.6 ബില്യൺ പീപ്പിൾ ആണുള്ളതെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നമ്പേഴ്സിൽ അത് എഴുതാൻ പറ്റും? സോ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്, അത്രയും നമ്പർ ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ ഹോൾ വേൾഡിൽ ഉള്ളത് അല്ലെ, ലാർജ് നമ്പർ ആണ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. Distribution of population. So, the way in which people are spread across the Earth's surface is known as the pattern of population distribution. The way in which people are spread across the Earth's surface is known as pattern of population distribution. എങ്ങനെയാണോ ആൾക്കാരെ അല്ലെ എർത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിനെയാണ് എന്ത് പറയുക? പാറ്റേൺ ഓഫ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മോർ ദാൻ 90% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ലിവ്സ് ഇൻ അബൌട്ട് 30% ഓഫ് ദി ലാൻഡ് സർഫസ്. അപ്പം നമ്മുടെ മൊത്തം രാജ്യത്ത്, മൊത്തം ലോകത്തുള്ള ആൾക്കാർ, ഇപ്പൊ 100 ആൾക്കാർ, ഫോർ എക്സാമ്പിൾ 100 ആൾക്കാരാണ് ഒരു സ്ഥലത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള 90 ആൾക്കാർ നിൽക്കുന്നത് വെറും 30% ഭൂമിയിലാണ്. ഓക്കെ, ഐ ഷോ യു. ഇത് ഇപ്പം 100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം 100 ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതില് എന്താ പറയുന്നത്, 90%, മോർ ദാൻ 90% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ, ഇത്രയും അല്ലെ 90, ഇത്രയും ഒരു 30% അല്ലെങ്കിൽ ഒരു 30%ലാണ് 90% ആൾക്കാർ, 90% ആൾക്കാരും ഇതിന്റെ ഒരു 30%ലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ബാക്കിയുള്ള ഇത്രയും സ്പേസ് ഉണ്ട് അല്ലെ, ഭൂമി മൊത്തത്തിൽ നോക്കുമ്പം അത്രയും സ്ഥലത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പക്ഷെ കൂടുതൽ ആൾക്കാരുമുള്ള സ്ഥലത്ത്, കൂടുതൽ ആൾക്കാരും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ 90% സ്ഥലത്തിൽ, മീൻസ് 90% ആ ഒരു 30% ഓഫ് ദി ലാൻഡ് സർഫസ്, അത്രയും സ്ഥലത്താണ് ഇത്രയും ആൾക്കാർ നിൽക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ് ഇസ് എക്സ്ട്രീംലി അൺഈവൻ അല്ലെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, 90% ആൾക്കാരും വെറും 30% ഏരിയയിൽ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള 10 ആൾക്കാരാണ് അല്ലെ, ഇവിടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 10 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. മൊത്തം 100 ആൾക്കാരുണ്ടെങ്കിൽ 90 ആൾക്കാർ ഇത്രയും സ്ഥലത്തും ബാക്കി വരുന്ന ഒരു 10 ആൾക്കാർ ഇവിടെയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ അൺഈവൺ ആണ്. സം ഏരിയാസ് ആർ വെരി ക്രൗഡഡ് ആൻഡ് സം ഏരിയാസ് ആർ സ്പെയർലി പോപ്പുലേറ്റഡ് അല്ലെ. ചില ഏരിയാസ് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, ചില സ്ഥലത്ത് ആൾക്കാർ കുറവായിരിക്കും. The crowded areas are south. എവിടെയാണ് നമ്മുടെ മൊത്തം വേൾഡ് എടുക്കുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രൗഡഡ് ആയിട്ട് ജീവിക്കുന്നത്? Crowded areas are South and Southeast Asia, Europe and Northeastern North America. Very few people live in high latitude areas, tropical desert, high mountains and areas of equatorial forest. അപ്പോൾ അവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാര് എണ്ണം വളരെ കുറവാണ്. അപ്പം ഡെൻസ്ലി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് പിന്നെയും ആൾക്കാരുണ്ടാവും. ചില സ്ഥലത്ത് ആൾക്കാരുടെ എണ്ണം അല്ലെ, നല്ല മരുഭൂമി കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതൽ ആൾക്കാർക്ക് താമസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പം അല്ലെങ്കിൽ നല്ല മഞ്ഞുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും അല്ലെ. നമുക്ക് പാകമായ ഒരു ചൂടും താപനിലയൊക്കെയുള്ള സ്ഥലത്തായിരിക്കും കൂടുതലായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ടാവുക. ആൻഡ് മെനി മോർ പീപ്പിൾ ലിവ് നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ദാൻ സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ. അപ്പം ഇത് ഇക്വേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നോർത്ത് അല്ലെ, മുകളിലത്തെ ഭാഗത്തായിരിക്കും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ടാവുക. ഇവിടെ എന്താണ്, ആൾക്കാർ കുറവായിരിക്കും സൗത്ത് പോർഷനിൽ. ഓക്കെ, and almost 3/4 of the world's people live in 2 continents. And നമ്മുടെ വേൾഡിലെ മൊത്തം പോപ്പുലേഷന്റെ 3/4 അല്ലെ, 3/4 പീപ്പിൾ 2 കോണ്ടിനെന്റ്സിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഏഷ്യയിലും ആഫ്രിക്കയിലും ആയിട്ടാണ് എന്താണ് 3/4 പീപ്പിളും ഉള്ളത്. 60% of the world's people stay just in 10 countries അല്ലെ. കുറേ കൺട്രീസ് ഉണ്ട് അല്ലെ, മോർ ദാൻ 100 കൺട്രീസ് ഉണ്ട്. അതില് വെറും 10 കൺട്രീസിലാണ്
നമ്മുടെ മൊത്തം പോപ്പുലേഷന്റെ 60% ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾ ഓഫ് ദം ഹാവ് മോർ ദാൻ 100 million people. ഓക്കെ, 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakh ആണ്. അപ്പം അതിലൊക്കെ എന്താണ് 100 million-നേക്കാളും കൂടുതൽ ആൾക്കാരുമുണ്ട്. അപ്പൊ അത്രയും വലിയൊരു നമ്പർ ഓഫ് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ, ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് പീപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ അൺഈവൺ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ചില സ്ഥലത്ത് ഹൈലി പോപ്പുലേറ്റഡ് ആയിരിക്കും, ചില സ്ഥലത്ത് പോപ്പുലേഷൻ നമ്പർ വളരെ 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 കുറവും ആയിരിക്കും. And here is a diagram showing the distribution of the people. So of every 100 people in the world, നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എങ്ങനെയാണ് ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രാം വെച്ചേക്കുന്നത്. നമ്മൾ മൊത്തം കൺട്രിയിലുള്ള 100 ആൾക്കാരെ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആകെയുള്ള ഒരു 100 ആൾക്കാരാണ് നമ്മുടെ മൊത്തം വേൾഡിലുള്ളതെന്ന് വിചാരിച്ചാൽ ആ 100-ല് ഈ ഓറഞ്ച് കളർ അല്ലെ ടോപ്പിൽ കുറേ നിരകളിലായിട്ട് അല്ലെ, ഫസ്റ്റ് 1 2 3 4 നിരകളിലായിട്ട്, ഓൾമോസ്റ്റ് 4 നിരകളിലായിട്ട് അല്ലെ കാണുന്ന ആൾക്കാരാണ് ഏഷ്യയിൽ താമസിക്കുന്ന ആൾക്കാർ. ഓക്കെ, ഏഷ്യയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇത്രയും ഹ്യൂജ് നമ്പർ അല്ലെ. അബൌട്ട് ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, മോർ ദാൻ 50% ആൾക്കാരും എവിടെയാണുള്ളത്? ഏഷ്യയിലാണുള്ളത്. ഇനി നിങ്ങൾ നോക്കുക, നെക്സ്റ്റ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ആൾക്കാര്, റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കാണുന്ന ആൾക്കാര് ലിവ് ഇൻ യൂറോപ്പ് ആണ് അല്ലെ. ഇത് ഓൾമോസ്റ്റ് ഒരു നിലയിലൊക്കെ ആയിട്ടാണ് യൂറോപ്പിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ആഫ്രിക്കയിലുള്ള ആൾക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, വീണ്ടും ഒരു നിരയിലൊക്കെയാണ് ആഫ്രിക്കയിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മൊത്തം 100 ആൾക്കാരെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഇനി നിങ്ങൾ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് അല്ലെ, കുറവ് ആൾക്കാരാണ് കാണിക്കുന്നത്. ആൻഡ് നോർത്തേൺ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 4 പേർ അല്ലെ. 100 ആൾക്കാരെ എടുത്താൽ അതിന് 4 ആൾക്കാർ മാത്രമേ നോർത്തേൺ അമേരിക്കയിൽ ജീവിക്കുന്നുള്ളൂ. ഇനി ഓഷ്യാനിയയിൽ, അതായത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് ദി പസഫിക് ഐലൻഡിൽ ജീവിക്കുന്ന കണ്ടോ 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒറ്റ ഒരാളാണ് ഓഷ്യാനിയയിൽ ജീവിക്കുന്നുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, ഏഷ്യയിൽ ഇത്രയും നമ്പർ ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറെ വേറെ സ്ഥലങ്ങളിൽ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പം എല്ലായിടത്തും ഒരുപോലെ അല്ലെ, എല്ലാ രാജ്യത്തും 5 ആൾക്കാർ 5 ആൾക്കാർ 5 ആൾക്കാർ അങ്ങനെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? അല്ല, ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് അവിടുത്തെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ ആൾക്കാരുടെ ഡിസ്ട്രിബ്യൂഷനും ഇരിക്കുന്നത്. സോ ഈ ഇമേജ് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് density of population ആണ്. ഓക്കെ, population density. So population density is the number of people living in a unit area of the earth surface. എന്താണ് population density എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, population density is the number of people living in a unit area of the earth surface. earth surfaceൽ ജീവിക്കുന്ന ആൾക്കാരുടെ നമ്പർ ഓഫ് പീപ്പിൾ ഒരു യൂണിറ്റ് ഏരിയയിൽ അല്ലെ, മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒറ്റ യൂണിറ്റ് ഏരിയ എർത്ത് സർഫസിൽ എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ടോ അതിനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ആസ് per square kilometer. The average density of population in the whole world is ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആൾക്കാരാണ് ഉണ്ടാവുക? നമ്മുടെ മൊത്തം ലോകത്തിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ കിലോമീറ്റർ, ഒറ്റ സ്ക്വയർ, അതായത് 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, അവിടെ 51 ആൾക്കാരാണ് താമസിക്കുന്നത് എന്നാണ് ഫുൾ വേൾഡിന് നമ്മൾ എന്താ ഈ ഒരു പെർ യൂണിറ്റ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. South Central Asia has the highest density of population followed by East and Southeast Asia. അപ്പം സൗത്ത് സെൻട്രൽ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്.
പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഫാക്ടേഴ്സ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സിന്റെ അകത്ത് ഫസ്റ്റ് വൺ ടോപ്പോഗ്രഫി ആണ്. ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഓൾവേസ് പ്രിഫർ ടു ലിവ് ഓൺ പ്ലെയിൻസ് അല്ലെ. ടോപ്പോഗ്രഫിക്കലി ആൾക്കാർ എപ്പോഴും അല്ലെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കാനാണ് പ്രിഫർ ചെയ്യുക അല്ലെ. നല്ലൊരു കുന്നിൻ ചെരുവിലോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ സ്ഥലത്തൊന്നും ജീവിക്കാൻ ആൾക്കാർക്ക് അല്ലെ, ചരിഞ്ഞിരിക്കുന്ന സ്ഥലമൊക്കെ വീടൊക്കെ വെച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ആൾക്കാർ എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. rather than mountains and plateaus because these areas are suitable for. എന്തുകൊണ്ടാണ് പ്ലെയിൻ പ്രിഫർ ചെയ്യുന്നത്? ഫാമിംഗ് ചെയ്യാം അല്ലെ, അവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം, മാനുഫാക്ചറിങ് ചെയ്യാം, സർവീസ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യണമെങ്കിൽ എന്താണ് പ്ലെയിൻ ടോപ്പോഗ്രഫിയിൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. ആൻഡ് the Ganga plains are the most densely populated areas of the world. ഓക്കെ, ഗംഗാ പ്ലെയിൻ, ഗംഗാ സമതലമാണ് അല്ലെ മൊത്തം വേൾഡിൽ എടുത്ത് നോക്കുമ്പം ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നത്. while mountains like Andes, Alps and Himalayas are sparsely populated അല്ലെ. മൗണ്ടൻസിൽ എന്താണ് പോപ്പുലേഷൻ കുറവായിരിക്കും. ഗംഗാ പ്ലെയിനിലാണ് ഏറ്റവും ഡെൻസ് ആയിട്ട് ആൾക്കാർ താമസിക്കുന്ന ഒരു പ്ലെയിൻ ആണ്. അപ്പം ഫസ്റ്റ് ഫാക്ടർ നമ്മൾ പറഞ്ഞു ടോപ്പോഗ്രഫി പറഞ്ഞു. രണ്ടാമത്തെ ഫാക്ടർ ആണ് ദാറ്റ് ഈസ് ക്ലൈമറ്റ്. ഓക്കെ, ക്ലൈമറ്റ്. People usually avoid extreme climate and very hot അല്ലെ, വളരെ തണുപ്പുള്ള സ്ഥലത്ത്. നമ്മളിപ്പം അന്റാർട്ടിക് ധ്രുവങ്ങളിലൊക്കെ പോയിട്ട് ഭയങ്കര തണുപ്പ് അല്ലെ, എക്സ്ട്രീം തണുപ്പുള്ള സ്ഥലം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അത്രയും തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഭയങ്കര ചൂട്, നമുക്ക് ചുട്ട് പൊള്ളുന്ന ചൂട് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലെ. എപ്പോഴും ഒരു മോഡറേഷൻ ക്ലൈമറ്റ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. സോ വെരി കോൾഡ് ലൈക്ക് വെരി സഹാറ ഡിസേർട്ട് പോലെ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പോളാർ റീജിയൻസ് ഓഫ് റഷ്യ, കാനഡ ആൻഡ് അന്റാർട്ടിക്ക, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ആൾക്കാർ എന്ത് ചെയ്യില്ല, പ്രിഫർ ചെയ്യില്ല അല്ലെ. ആൻഡ് സോയിൽ, മൂന്നാമത്തെ ഫാക്ടർ സോയിലാണ്. സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടൈൽ സോയിൽ പ്രൊവൈഡ് സ്യൂട്ടബിൾ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ അല്ലെ. നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പം കൃഷി നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അല്ലെ, നല്ല നദീ ജല സൗകര്യമുണ്ട്, അല്ലെങ്കിൽ അല്ലെ ഒരു റിവർ ബേസിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു നദി ഒക്കെ ഉണ്ട്, നന്നായിട്ട് ഇറിഗേഷന്റെ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് ആൾക്കാർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നത്. സോ ഫെർട്ടൈൽ സോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാനുള്ള സ്യൂട്ടബിൾ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ. ഫെർട്ടൈൽ പ്ലെയിൻ സച്ച് ആസ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഇൻ ഇന്ത്യ, ഹ്വാങ്ഹി ഷാങ്ചിയാങ് ഇൻ ചൈന, ചൈനയിലുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മുടെ ഒരു രീതിയിലുള്ള പ്രൊനൗൺസിയേഷൻ അല്ലല്ലോ വരിക. ആൻഡ് ദ നൈൽ ഇൻ ഈജിപ്ത്, നൈൽ നദി, ഈജിപ്തിലെ നൈൽ ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ്. അപ്പം ഫെർട്ടൈൽ പ്ലെയിൻ അല്ലെ, നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ആൾക്കാർ കൂടുതലായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യും. ആൻഡ് അടുത്ത ഫാക്ടറാണ് വാട്ടർ. അപ്പം പീപ്പിൾ prefer to live in areas where fresh water is easily available. ആൾക്കാർ എവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യും അല്ലെ, നന്നായിട്ട് ഫ്രഷ് വാട്ടർ കിട്ടുന്ന സ്ഥലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യും. ദ റിവർ വാലീസ് ഓഫ് ദ വേൾഡ് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് വൈൽ ഡെസേർട്ട് ഹാവ് സ്പെയർ പോപ്പുലേഷൻ. ഓക്കെ, വേൾഡില് റിവർ വാലീസ് ഓഫ് ദി വേൾഡ് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ്. ഡിസേർട്ട് എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ കുറവാണ് അല്ലെ. അപ്പൊ വെള്ളത്തിനനുസരിച്ചിട്ട് ആണ് ആൾക്കാർ താമസ സൗകര്യം നോക്കുന്നത്. അതുപോലെ വേറൊരു ഫാക്ടറാണ് മിനറൽസ്. മിനറൽസ് എന്ന് പറയുമ്പം ഏരിയാസ് വിത്ത് മിനറൽ ഡെപ്പോസിറ്റ്സ് ആർ മോർ പോപ്പുലേറ്റഡ്. നന്നായിട്ട് മിനറൽ ഡെപ്പോസിഷൻ ഉള്ള ഏരിയാസ് കൂടുതൽ ആൾക്കാർ താമസിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഡയമണ്ട് മൈൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഡിസ്കവറി ഓഫ് ഓയിൽ ഇൻ ദ മിഡിൽ ഈസ്റ്റ് ലെഡ് ടു സെറ്റിലിംഗ് ഓഫ് പീപ്പിൾ ഇൻ ദീസ് ഏരിയാസ് അല്ലെ. അപ്പം നല്ല രീതിയിലുള്ള മിനറൽ ഡെപ്പോസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ ഏരിയയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യും. എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡയമണ്ട് മൈൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക, ഓയിൽ ഇൻ ദ മിഡിൽ ഈസ്റ്റ് ലീഡ് ടു സെറ്റിലിംഗ് ഓഫ് പീപ്പിൾ ഇൻ ദീസ് ഏരിയാസ്. അപ്പം മിനറൽസ് ഒരു ഫാക്ടറാണ്.
അപ്പം നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആയിരുന്നു. അതിനകത്ത് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ ഒന്ന് ടോപ്പോഗ്രഫി ആണ്. അപ്പോൾ ആൾക്കാർ പ്ലെയിൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. രണ്ടാമത്തത് ക്ലൈമറ്റ് ആണ്. നല്ല ചൂടും നല്ല തണുപ്പുമുള്ള സ്ഥലങ്ങൾ ആൾക്കാർ ഒഴിവാക്കാറുണ്ട്. മൂന്നാമത് പറഞ്ഞത് സോയിലാണ്. ഫെർട്ടൈൽ സോയിലുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് ജീവിക്കാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. നാലാമത് പറഞ്ഞിട്ടുള്ളത് വാട്ടർ ആണ്. ഫ്രഷ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ആൾക്കാർ ജീവിക്കാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. അഞ്ചാമത് പറഞ്ഞിട്ടുള്ളത് മിനറൽസ് ആണ്. മിനറൽ ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്രയുമാണ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ഫാക്ടേഴ്സ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്. ഇതിനകത്ത് സോഷ്യൽ ഫാക്ടേഴ്സ് ഏരിയാസ് ഓഫ് ബെറ്റർ ഹൗസിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആർ മോർ ഡെൻസ്ലി പോപ്പുലേറ്റഡ്. എക്സാമ്പിൾ പൂനെ. ഓക്കെ, അപ്പം സോഷ്യൽ ഫാക്ടേഴ്സിൽ പറയുന്നത് നന്നായിട്ട് നല്ല ഹൗസിംഗ് ഫെസിലിറ്റീസ്, നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്ഥലം, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ എന്താണ് ആൾക്കാർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പൂനെ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കൾച്ചറൽ ആണ്. കൾച്ചറൽ എന്ന് പറയുമ്പം പ്ലേസസ് വിത്ത് റിലീജിയൻ ഓർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അട്രാക്ട് പീപ്പിൾ, അല്ലെ? നല്ല വിശ്വാസമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ റിലീജിയസ് ബേസ്ഡ് പറയുക, ഇപ്പം ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പറയുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും, അല്ലെ? അപ്പം അതൊരു ഫാക്ടറായിട്ട്, ഞാൻ റിലീജിയൻ ബേസ്ഡ് ആയിട്ട് പറഞ്ഞതല്ല കേട്ടോ. So, places with a religion or cultural significance attract people. ഇപ്പം വാരണാസി, ജെറൂസലേം ഉണ്ട്, ആൻഡ് വത്തിക്കാൻ സിറ്റി ആർ സം എക്സാമ്പിൾസ്. അപ്പം കൾച്ചറലി നോക്കുമ്പോൾ ഈ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. വാരണാസി, ജെറൂസലേം ഉണ്ട്, വത്തിക്കാൻ സിറ്റി. അത് കൾച്ചറൽ ബേസ്ഡ്. മൂന്നാമത്തെ ഫാക്ടർ എക്കണോമിക് ആണ്. ഇൻഡസ്ട്രിയൽ ഏരിയാസ് പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം സാമ്പത്തികപരമായിട്ട്, അല്ലെ, പൈസയായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർ നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഉള്ള സ്ഥലത്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. അപ്പം ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു ദീസ് ഏരിയാസ്. അപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലത്തേക്ക് കൂടുതൽ ആൾക്കാർ അട്രാക്റ്റഡ് ആവും. ആൻഡ് ഒസാക്ക ഇൻ ജപ്പാൻ ആൻഡ് മുംബൈ ഇൻ ഇന്ത്യ ആർ ടു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ്. അപ്പം ഒസാക്ക, ജപ്പാനിലുള്ള ഒസാക്ക, അതുപോലെ തന്നെ മുംബൈയിലുള്ള, ഇന്ത്യയിലുള്ള മുംബൈ ഒക്കെ എന്താണ് കൂടുതൽ ആൾക്കാർ, അല്ലെ? ഈ എക്കണോമിക് ആസ്പെക്റ്റിൽ കൂടുതൽ ആൾക്കാർ അവിടെ വന്നിട്ട് അങ്ങനെ അവിടെ പോപ്പുലേറ്റ് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ജിയോഗ്രഫിക് ഫാക്ടേഴ്സ് പറഞ്ഞു, ഇപ്പം നമ്മൾ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സും പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോപ്പുലേഷൻ ചേഞ്ച് ആണ്. ഓക്കെ, population change. So, the population change refers to change in number of people during a specific time. So, population change എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം. ഒരു സ്പെസിഫിക് ടൈമിൽ ആൾക്കാരുടെ എണ്ണത്തിൽ വരുന്ന ചേഞ്ചിനെയാണ് പോപ്പുലേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. And the world population has not been stable. അല്ലെ, എപ്പോഴും ലോകത്തുള്ള ആൾക്കാരുടെ ഒക്കെ എണ്ണം കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമോ? ഇല്ല, അല്ലെ, വേരിയേഷൻസ് വരും. എന്തൊക്കെ കാരണങ്ങളാ വേരിയേഷൻസ് വരിക? നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആൾക്കാരുടെ എണ്ണം എങ്ങനെയാ കൂടുകയും കുറയുകയും ചെയ്യാം, അല്ലെ? ഒന്നില്ലെങ്കിൽ കുറേ ആൾക്കാർ മരിക്കുന്നുണ്ടാവും, അല്ലെ കുറേ ആൾക്കാർ ജനിക്കുന്നുണ്ടാവും, അല്ലെ? അങ്ങനെയല്ലേ മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന രണ്ട് ആസ്പെക്ട് അതല്ലേ? ആൾക്കാരുടെ എണ്ണം കൂടാനും കുറയാനുള്ള കാരണം മരണവും ജനനവും, അല്ലെ? ബർത്തും ഡെത്തും, അല്ലെ? ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് മെനി ഫോൾഡ്. അപ്പം സ്റ്റേബിൾ ആയിട്ടല്ല, പോപ്പുലേഷൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ ഇൻക്രീസ് മെനി ഫോൾഡ് എന്ന് പറയുന്നത്? ദിസ് ഈസ് ആക്ച്വലി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ നമ്പർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, അല്ലെ? ഞാൻ പറഞ്ഞു, ബർത്തിൻ്റെയും ഡെത്തിൻ്റെയും എണ്ണത്തിലനുസരിച്ചിട്ടാണ് പോപ്പുലേഷൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരുന്നത്. For an extremely long period of human history, until
1800s അല്ലെ, 1800-കളില് എന്താണ്, the world's population grew steadily but slowly. ഓക്കെ, വേൾഡ്സ് പോപ്പുലേഷൻ സ്റ്റഡിലി കൂടുന്നുണ്ടായിരുന്നു, പക്ഷെ സ്ലോ ആയിട്ടുള്ളൊരു ഏറ്റമായിരുന്നു. ആൻഡ് ലാർജ് നമ്പേഴ്സ് ഓഫ് ബേബീസ് were born but they died early too. അല്ലെ, കുറേ ആൾക്കാർ ജനിച്ചു, ഒരുപാട് കുഞ്ഞു വാവകൾ ജനിച്ചു, പക്ഷെ പെട്ടെന്ന് ഡെത്ത് ആയിപ്പോയി. സോ ആ ഒരു ചേഞ്ച് അല്ലെ, പോപ്പുലേഷനിലുള്ളൊരു ചേഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. This was as there were no proper health facilities. എന്തുകൊണ്ടാ വാവകൾ മരിക്കാൻ കാരണം? അവിടെ നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നുമില്ല അല്ലെ, പെട്ടെന്ന് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നുമില്ല, ബേബീസ് ഒക്കെ മരിച്ചു പോവാണ്. സഫിഷ്യൻറ്റ് ഫുഡ് വാസ് നോട്ട് അവൈലബിൾ ഫോർ ഓൾ ദ പീപ്പിൾ. ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ട ഭക്ഷണമൊന്നുമില്ല, അപ്പൊ കുറെ ആൾക്കാർ മരിച്ചു പോകാൻ തുടങ്ങി. ആൻഡ് ഫാമേഴ്സ് വെയർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് ഇനഫ് to meet the food requirement of all the people. അല്ലെ, ഭക്ഷണം ഇല്ല അല്ലെ, ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അത് അവർക്ക് വേണ്ട ഭക്ഷണം ഫാമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ആസ് എ റിസൾട്ട് the total increase in population was very low. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ കൂടുന്നുണ്ട്, പക്ഷെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു റൈസ് അല്ല, മെല്ലെ 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 പോപ്പുലേഷൻ കൂടുക ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല, അതുപോലെ തന്നെ ഫുഡ് സപ്ലൈ ചെയ്യാനുള്ളൊരു ബേസിക് ഫെസിലിറ്റീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? വളരെ ചെറുതായിരുന്നു. ഇൻ 1804 the world's population reached 1 billion. ഓക്കെ, 1804 വേൾഡ്സ് പോപ്പുലേഷൻ എത്രയായിട്ട് മാറി? 1 ബില്യൺ ആയിട്ട് മാറി. ആൻഡ് 155 years later, എത്രയാണ്? വെറും 155 വർഷം കഴിഞ്ഞപ്പോൾ, ഇൻ 1959 അല്ലെ, 1959 എന്ത് സംഭവിച്ചു? വേൾഡ്സ് പോപ്പുലേഷൻ റീച്ച്ഡ് 3 billion. അപ്പം 1804 വെറും 1 ബില്യൺ ആയിട്ട്, വെറും 1 ബില്യൺ അല്ല, പക്ഷെ 1 ബില്യൺ ആയിട്ടുണ്ട്. പക്ഷെ വെറും 155 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 3 times അല്ലെ, 3 ബില്യൺ ആയിട്ട് മാറി. ദിസ് ഈസ് ഓഫൺ കോൾഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. എന്താണ് പറയാ? അതിനെയാണ് പറയാ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയാ. അപ്പൊ നിങ്ങൾ ഈ വേർഡ് ഓർത്ത് വെക്കുക, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പൊ എന്താ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? അല്ലെ, പെട്ടെന്ന് കുറഞ്ഞൊരു ടൈം പീരീഡിൽ എന്താണ്, ഒരുപാട് നമ്പർ ഇൻക്രീസ് ആവുകയാണ് അല്ലേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇൻ 1999, 40 years later, the population doubled to 6 million. അല്ലെ, 155 വർഷത്തിലാണ് ഇവിടെ 3 times ഡബിൾ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1999 അതായത് 40 വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് 6 ബില്യൺ ആയിട്ട് ഉയർന്നു. The main reason for this growth was that with better food supplies. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ആൾക്കാരുടെ എണ്ണം കൂടാനുള്ള റീസൺ എന്ന് പറയുന്നത്? ഫുഡ് സപ്ലൈ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫുഡ് സപ്ലൈ ആയിരുന്നു. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസും മെഡിസിനും ഒക്കെ കിട്ടുന്നുണ്ട്. ഡെത്ത് വർ റെഡ്യൂസിങ് അല്ലെ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പൊ എന്താവും? അവർ പെട്ടെന്ന് ഡെത്തിലേക്ക് പോകില്ല. അപ്പൊ ഡെത്തിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ അത്ര പെട്ടെന്ന് കുറയില്ല അല്ലെ. സോ ദ നമ്പർ ഓഫ് ബർത്ത് സ്റ്റിൽ റിമൈൻഡ് ഫെയർലി ഹൈ. അപ്പൊ അപ്പോഴും ആൾക്കാർ മക്കൾ ജനിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, മൊത്തത്തില് ആൾക്കാരുടെ എണ്ണം ടോട്ടല് കൂടിക്കൊണ്ടേയിരുന്നു. ബർത്ത് ആർ യൂഷ്വലി മെഷേർഡ് യൂസിങ് ദ ബർത്ത് റേറ്റ്. ബർത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ബർത്ത് മെഷർ ചെയ്യുന്നത് ബർത്ത് റേറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ബർത്ത് ആർ യൂഷ്വലി മെഷേർഡ് യൂസിങ് ബർത്ത് റേറ്റ്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 പീപ്പിൾ. ഓർത്തു വെക്കണം, എന്താണ് ബർത്ത് റേറ്റ് എന്ന് ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ജനന നിരക്ക് അല്ലെ, ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ 1000 പീപ്പിൾ അല്ലെ. 1000 ആൾക്കാരിൽ എത്ര നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 പീപ്പിൾ. ഡെത്ത്സ് ആർ യൂഷ്വലി മെഷേർഡ് യൂസിങ് ദ ഡെത്ത് റേറ്റ്. അപ്പൊ ബർത്ത് റേറ്റും ആയി, രണ്ടാമത്തത് ഡെത്ത് റേറ്റും ആയി. അപ്പൊ ബർത്ത് റേറ്റ് നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡെത്ത് റേറ്റ് എന്താ? നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 പീപ്പിൾ.
അപ്പം നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 പീപ്പിളും നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 പീപ്പിളും. അപ്പോൾ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റുമാണ് പോപ്പുലേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട മെഷേഴ്സ് എന്ന് പറയുന്നത്. സോ അത് കൂടാതെ ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് അല്ലെങ്കിൽ അത് കൂടാതെ വേറൊരു ഫാക്ടറും കൂടെ പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മൈഗ്രേഷൻ. ഓക്കെ, മൈഗ്രേഷൻസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ഏരിയ. ഓക്കെ, എന്താ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷൻ ഈസ് ദി മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഏരിയ. അല്ലെ, ഒരു രാജ്യത്ത് നിന്ന് പുറത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാം. ഒരാൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞു അല്ലെ. അപ്പൊ അയാൾ എത്തിയ സ്ഥലത്ത് എന്തായി, പോപ്പുലേഷൻ കൂടുകയും ചെയ്തു അല്ലെ. ഓക്കെ, സോ മൈഗ്രേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ആൻ ഏരിയ. ബർത്ത് ആൻഡ് ഡെത്ത്സ് ആർ ദ നാച്ചുറൽ കോസസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. The difference between the birth rate and death rate of a country is called a natural growth rate. അപ്പൊ എന്താ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പഠിച്ചു വെക്കുക. എന്താ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ഓഫ് എ കൺട്രി അല്ലെ. ഒരു കൺട്രിക്കാണ് നമ്മൾ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് പറയുന്നത്. And the population increases in the whole world is mainly due to rapid increase in natural growth rate. Population increase in the world mainly is due to rapid increase in the natural growth rate. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? പെട്ടെന്ന് ഓർത്ത് നോക്കി, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് അല്ലെ. എന്താ നമ്മൾ പറഞ്ഞത്? നമുക്കൊരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഉണ്ട്, 1985 ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൺട്രി എന്ന് പറയുന്നത് കൺട്രിയുടെ ആൾക്കാരാണ് അവരുടെ റിസോഴ്സ് ഏറ്റവും കൂടുതൽ അല്ലെ. അവർ കൺട്രിയുടെ ഹെൽത്തിന്റെ മെയിൻ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഹ്യൂമൻ പവർ തന്നെയാണ്. ആൻഡ് നമ്മുടെ ഹോൾ വേൾഡിലുള്ള പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ അൺഈവൺ ആണെന്ന് നമ്മൾ കണ്ടു. അതിന് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡയഗ്രം കണ്ടു അല്ലെ. കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത്, വേറെ കുറച്ച് ആൾക്കാരായിട്ട് വേറെ സ്ഥലത്ത്. പിന്നെ നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്താന്ന് പറഞ്ഞു. പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ യൂണിറ്റ് ഏരിയ ഓഫ് ദി എർത്ത് സർഫസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷനിൽ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് ടോപ്പോഗ്രഫി, ക്ലൈമറ്റ്, സോയിൽ, വാട്ടർ ആൻഡ് മിനറൽസ് പറഞ്ഞു. ആൻഡ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പോപ്പുലേഷൻ ചേഞ്ച് പറഞ്ഞു അല്ലെ. പോപ്പുലേഷൻ ചേഞ്ച് അല്ലെ 1800-കളിൽ സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫിഷ്യൻറ്റ് ഫുഡോ ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 1804 1 ബില്യൺ അടിച്ചു. ഒരു 155 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ട്രിപ്പിൾ ആയി അല്ലെ, 3 ബില്യൺ ആയിട്ട് മാറി. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിച്ചത്. 1999 40 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ച് പിന്നെ 6 ബില്യൺ ആയിട്ട് മാറി അല്ലെ. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡ് സപ്ലൈ കിട്ടാൻ തുടങ്ങി, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടാൻ തുടങ്ങി. അപ്പം നമ്പർ ഓഫ് ബർത്ത് ആ രീതിയിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ പോലും ഡെത്ത് റേറ്റ് കുറഞ്ഞു. അപ്പോൾ പോപ്പുലേഷൻ എന്താവാൻ തുടങ്ങി, കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റുമാണ് പിന്നെ നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ birth rate is the number of live birth per 1000 people, and death rates are usually measured using that is the number of death per 1000 people അല്ലെ, death rate. പിന്നെ നമ്മൾ ആ നെക്സ്റ്റ് ഒരു ഫാക്ടർ ആയിട്ട് പറഞ്ഞത് മൈഗ്രേഷൻ ആയിരുന്നു. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് എൻ ഏരിയ ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പോപ്പുലേഷൻ കുറയും. അതേ സ്ഥാനത്ത് അയാൾ എവിടേക്കാണോ പോകുന്നത് അവിടെ പോപ്പുലേഷൻ കൂടും അല്ലെ. സോ അതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി സ്റ്റഡീഡ് വാട്ട് ഈസ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. എന്താ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ difference between the birth rate and the death rate of a country is called the natural growth rate. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പോപ്പുലേഷൻ പിരമിഡുകൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്